Hi friends, welcome to SK Infoshare. നമുക്ക് ഇന്ന് പാവയ്ക്ക കൊണ്ട് നമ്മുടെ ഈ പുറകെ കാണുന്ന ഈ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് നല്ലൊരു കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ട്ടോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണിലെ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇതെൻ്റെ ടെറസിൻ മുകളിൽ ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പാവലാണ് കേട്ടോ. താഴത്ത് നട്ട് മുകളിലേക്ക് പടർത്തിയിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പാവയ്ക്കയിലുണ്ടായിരുന്ന വിത്ത് പാകി മുളപ്പിച്ചതാണ് കേട്ടോ. നല്ല കിളിന്ത് പാവയ്ക്ക നോക്കി ഞാൻ പറിച്ചതാണ് ഈ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ. പക്ഷേ ആ സമയത്ത് വെയിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വന്നു. എന്നാൽ നമുക്ക് ഈ പാവയ്ക്ക വെച്ച് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്കെന്നാൽ ഈ പാവയ്ക്കയും കൂടെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അധികം കട്ടിയില്ലാണ്ട് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നേരത്തെ പറിച്ച് വെച്ചിരുന്ന പാവയ്ക്ക ചെറുതായിട്ടൊന്ന് വാടി ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. അതുപോലെ ഞാനിതിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പഴുത്തത് ഉപയോഗിച്ചാൽ പോലും കയ്പ്പ് വരുന്ന പ്രശ്നമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിത് മുഴുവനും ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിത് അരിയുമ്പോൾ തീരെ നൈസായി പോകണ്ട കേട്ടോ. നമ്മൾ സ്ലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരെ നൈസായി പോകില്ല. അതുകൊണ്ടാണ് കത്തി വെച്ച് തന്നെ നേരിട്ട് മുറിക്കുന്നത്, സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് തന്നെ കേട്ടോ നല്ലത്. ഇതിപ്പോൾ നമ്മൾ എടുത്തു വച്ചിരുന്ന പാവയ്ക്ക മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ തിളച്ച വെള്ളം മുഴുവനായിട്ട് നമുക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന പാവയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാവയ്ക്കൊക്കെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാനും ചെറുതായിട്ടൊന്ന് നല്ല തിളച്ച വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിരിക്കുന്നത്, അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറിയ തോതിലൊരു വെന്ത പോലെയാവും. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ആ സോഫ്റ്റ്നെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പിടിച്ചോളും. കുറച്ച് നേരം തിളച്ച വെള്ളത്തിൽ കിടന്നതിന് ശേഷം നമുക്കത് വെള്ളം ഊറ്റിക്കളയാം കേട്ടോ. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കയ്പും ചെറിയ തോതിൽ നമുക്ക് മാറിക്കിട്ടും. അതിൽ കൂടുതലായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഊറ്റിക്കളഞ്ഞേക്കണം കേട്ടോ. ഇപ്പോഴും ചെറിയ തോതിൽ ആവി പറക്കുന്നുണ്ട്. ഇതേ ചൂടിൽ തന്നെ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രത്തിന് ഓരോരുത്തരുടെ എരിവ് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അടുത്തതായി നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ നമ്മുടെ പാവയ്ക്കയിലൊന്ന് ശരിയായിട്ട് പിടിച്ചു വരണമല്ലോ. ഇനി നമുക്ക് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുക്കാം കേട്ടോ. ഒരു 3-4 ദിവസത്തെ ഉണക്ക് വേണ്ടി വരും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട്. നമ്മളിപ്പോൾ ഇത് മുഴുവനും ഒരു പരന്ന പാത്രത്തിലേക്ക് 2 പാത്രത്തിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. വെയിലത്ത് കൊണ്ട് വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിരുന്നു. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഉണക്ക് കഴിഞ്ഞിട്ടുള്ള പാവയ്ക്കയാണ് കേട്ടോ. ഇതിപ്പോൾ നേരെ പകുതി ആയിട്ടുണ്ട്. നമ്മൾ എത്രയാണോ വെച്ചത് അതിൻ്റെ നേരെ പകുതി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 ദിവസത്തെ ഉണക്ക് കഴിയുമ്പോഴത്തേക്കും നല്ലോണം കുറയും അത്.
ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞാണ്, 3 ദിവസത്തെ ഉണക്ക് കഴിഞ്ഞാണ്. ഇനി നാളത്തെ ഒരു ദിവസത്തെ കൂടി ഉണക്ക് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വയ്ക്കാം. നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം എടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതൽ സൂക്ഷിച്ച് വെക്കാം. ഇതിപ്പോൾ അവസാനത്തെ ദിവസത്തെ ഉണക്കോണി കഴിഞ്ഞിട്ട്, അവസാനത്തെ ദിവസം ഞാൻ 4 ദിവസം ഉണക്കുന്നുള്ളൂ. 4 ദിവസം കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത് പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട്, ഒരു കിലുക്കൻ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതാണ് അവസാനത്തെ ഉണക്ക്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. കോവയ്ക്ക കൊണ്ടാട്ടത്തിൻ്റെയും മുളക് കൊണ്ടാട്ടത്തിൻ്റെയും വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.